ഹലോ ഗേൾസ്, ഇന്നത്തെ ഒരു ബിരിയാണി കഥയാണ്. അയ്യത്തോട്ട് പോയിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞ് ഉമ്മയുടെ പ്ലാനാണ് ഈ ബിരിയാണി വെപ്പും അയ്യത്തോട്ടുള്ള പോക്കും. അങ്ങനെ കെട്ടും പാണ്ടും എടുത്ത് എല്ലാരും കുത്തി നിറച്ചൊരു കാറിൽ ഞങ്ങൾ എല്ലാരും കൂടെ അയ്യത്തോട്ട് പോയി പെട്ടെന്ന് ഉമ്മ അടുപ്പ് പ്രിപ്പറേഷന്റെ പരിപാടി അടുപ്പ് വെച്ച് 1.5 മണിക്കൂർ എടുത്ത് ആ അടുപ്പൊന്ന് കത്തിക്കിട്ട. അടുപ്പ് വെച്ചിട്ട് പെട്ടെന്ന് ബിരിയാണി വെക്കാൻ തുടങ്ങി. ഞങ്ങള് ആദ്യം പാത്രം വെച്ച് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു, സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എന്നിങ്ങനെയുള്ള സാമഗ്രികളെല്ലാം പറക്കി ഇട്ടു. നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്തൊക്കെയിട്ട് കുരുമുളക് പൊടി, ഗരം മസാല അങ്ങനെയുള്ള സാമഗ്രികളെല്ലാം പറക്കി ഇട്ടു. പിന്നെ ചിക്കൻ ഇട്ടു. ഒന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ എന്ന് പറഞ്ഞു മല്ലിയില വിലയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ചിക്കനും ഇട്ട് നന്നായിട്ട് വേകാൻ വേണ്ടി കുറച്ചു നേരം അടച്ചു വെച്ചു. ചിക്കൻ വേവട്ടെ എന്ന് പറഞ്ഞ് ബാക്കി ഗേൾസ് എല്ലാം ബിരിയാണി പ്രിപ്പറേഷനും അരിയലും വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ബോയ്സ് എല്ലാം ഫീൽഡ് നിറങ്ങാൻ വേണ്ടി 2 കൊച്ചു കുരുട്ടുകളും കൂടെ ഉണ്ടായിരുന്നു. അവരെയും വിളിച്ചോണ്ട് പോയി. ഈ കുരുട്ട് 1ാമത്തെ കുരുട്ട്. ഇയാളുടെ ഹാങ് ഓവർ മാറിയത് പിറ്റേ ദിവസം രാത്രി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഞാൻ എഴുന്നേറ്റ്. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. കാലിന് വേദന, കുഞ്ഞായിട്ട് കാലിന് വേദന ഒന്നും കാണത്തില്ല. അല്ലാതെ ഈ അയ്യത്ത് എല്ലാ മുക്കും മൂലം പോയി നിറങ്ങിയിട്ടാണ് വന്നത്. ഞാനും കൂടെ ഇയാളെ തപ്പി ഇയാളുടെ പിറക്കെ പോയായിരുന്നു. ആ സമയം കൊണ്ട് ഉമ്മ വെള്ളം ഒഴിച്ച് അതിന്റെ കൂട്ടത്തിൽ അരിയിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ചോറ് വെന്തു. ചെറുതായിട്ട് ചോറൊന്ന് വെന്ത് പോയതുപോലെ തോന്നി. ബട്ട് ചൂടാറിയപ്പോഴത്തേക്ക് സെറ്റ് ആയിട്ടോ. എന്തായാലും ബിരിയാണി കഴിച്ചതുമായി തോട്ടത്തിലോട്ട് പോയത് പോലെയായി. സംഗതി എന്തായാലും ഉഷാറായി. അപ്പൊ ശരി, ബൈ.